നമസ്കാരം. കേരളത്തിലെ ഹൈവേകളിൽ ടോൾ ഉണ്ട്, ടോൾ പ്ലാസ ഉണ്ട്. ഇനിയിപ്പോൾ 66 ഓപ്പൺ ആയി കഴിഞ്ഞാൽ ടോളോട് ടോളാണ്, മുടിഞ്ഞ ടോളാണ്. അതിനേക്കാളും സഹിക്കാൻ വയ്യാത്തത് ടോൾ കൊടുക്കല്ല, ടോളിലൂടെ കടന്നു പോകാൻ കഴിയാത്തതാണ്. അവിടുത്തെ ഗുണ്ടായിസമാണ്. പിരിവിന്റെ കാര്യം പറയണ്ടല്ലോ, അമ്മാതിരി അസാധ്യമായിട്ടുള്ള ഒരു അന്യായമായിട്ടുള്ള ഒരു പിരിവാണ് നടക്കുന്നത്. 1 കിലോമീറ്ററിന് 6 രൂപ. അതും പോട്ടെ, അത് കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ യുവമാരുടെ തോന്നിയ ദിവസം തള്ളവിളിയും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ വണ്ടി കേടുവരുത്തുന്നത്, ഈ തള്ളവിളി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ വാഹനം കേടുവരുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാഹനങ്ങളിൽ അതിന്റെ ബാരിയർ വീണിട്ട് പരിക്ക് പറ്റുന്നുണ്ട്, ചില്ല് പൊട്ടുന്നുണ്ട്, ചിലര് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അതായത് അവിടെ നമ്മുടെ വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ കേടുവന്നു കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തെ കുറ്റം കൊണ്ട് കേടുവന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് നഷ്ടം കിട്ടുമോ? നഷ്ടപരിഹാരം കിട്ടുമോ? നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കുന്നത്. ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യാനും, ആ ബെല്ലൈക്കണും കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന തട്ടി വെക്കാനും, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും, ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാനൊന്നും മറക്കണ്ട. കാരണം ഇത് എല്ലാവർക്കും അത്യാവശ്യമുള്ള വീഡിയോയാണ്. അടിയന്തരമായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോട്ടോകളും വീഡിയോകളും എടുത്തു വെക്കുക എന്നുള്ളതാണ്. അപകടം നടന്ന ഉടനെ തന്നെ വാഹനത്തിനുണ്ടായിട്ടുള്ള കേടുപാടുകളുടെയും ആ ടോൾ പ്ലാസയിലെ ആ ഭാഗത്തിന്റെയും ഒക്കെ വ്യക്തമായ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഫോണിൽ പകർത്തി വെക്കണം. അതിനെ അവരെടുത്തു മാറ്റണം, അത് ഇത് ആന ചേന എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആ രേഖകൾ എടുത്തു വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മളത് എടുത്തു വെക്കുക തന്നെ വേണം. ഇനി പോലീസുകാരുണ്ടെങ്കിൽ അവരോടും പറയാം, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട്, നിയമപരമായിട്ട് ഞങ്ങൾക്ക് പോകാനുള്ളതാണെന്ന് പറയാം. അവരും നിങ്ങളെ സഹായിക്കും. സഹായിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവർക്കെതിരെയും കൂടെ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യമുള്ളത് CCTV ദൃശ്യങ്ങളാണ്. അത് എല്ലാ ടോൾ പ്ലാസകളിലും എല്ലാ ലൈനുകളിലും ഹൈ ഡെഫിനിഷൻ CCTV ക്യാമറകൾ ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടുണ്ടായിരിക്കും. അത് ടോൾ ബൂത്തുകൾ, അവിടെ ഇവിടെ ടോൾ ബൂത്തുകളുണ്ട്, അവിടെ പോലും CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടും. അപകടം നടന്ന ഉടൻ ടോൾ മാനേജറെ നേരിട്ട് കാണണം, ഒറ്റയ്ക്ക് പോകരുത്. അവന്മാരെടുത്തിട്ട് കളയ്ക്കും, പറയാൻ പറ്റൂല. ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചിട്ട് നേരെ മാനേജർ അടുത്തേക്ക് പോവുക, അവിടെ ആ CCTV ദൃശ്യങ്ങൾ തരാൻ പറയാം. അത് കാണിച്ചു തരുകയും ചെയ്യും, അവർ തരുകയും ചെയ്യും. ഇനി അവർക്ക് തരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, കാരണം അവരുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ അവർ CCTV ദൃശ്യങ്ങൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യില്ല. പകരം അവരിത് കാണിച്ചു തരണമെന്ന് വാശി പിടിക്കുക. ആ കാണിച്ചു തരുന്നത് നമ്മൾ വീഡിയോയിൽ പകർത്തുക, നമ്മുടെ മൊബൈലിൽ പകർത്തി സൂക്ഷിക്കുക. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്, നമ്മൾ പോയി എന്നുള്ള തെളിവാണല്ലോ. അതിന് ഈ CCTV ദൃശ്യങ്ങൾ മാത്രം പോരാ. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളൊക്കെ AI കൊണ്ട് ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് വാദിക്കുന്നുണ്ട് കോടതികളിൽ. അതുകൊണ്ട് ടോളിലെ രസീത്, നമ്മളെ ഫാസ്ടാഗ് വിവരങ്ങൾ, ഇതൊന്നും ഡിലീറ്റ് ചെയ്യരുത്. രസീത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ ഫാസ്ടാഗ് വിവരങ്ങൾ SMS ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്, അതും സേവ് ചെയ്ത് വെക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ എടുത്ത് സേവ് ചെയ്ത് വെക്കുക. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ സർക്കാർ ഓഫീസുകളിലും എല്ലാ ഇത്തരം ഓഫീസുകളിലും ഒക്കെ പൊതുമേഖല പൊതു സ്ഥാപനങ്ങളിലെല്ലാം പൊതു ജനങ്ങൾ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും പരാതി പുസ്തകം വേണമെന്നാണ്. ഇവിടെയും ഈ പറഞ്ഞ ടോൾ പ്ലാസയിലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ എന്തായാലും ഉണ്ടാവും. ആ കംപ്ലൈന്റ് രജിസ്റ്ററിൽ ഒരു പരാതി വിശദമായിട്ട് അങ്ങോട്ട് എഴുതി വയ്ക്കുക. എഴുതിയതിനു ശേഷം അതിന് താഴെ നിങ്ങളുടെ ഒപ്പുവിട്ട് നിങ്ങളുടെ വണ്ടി നമ്പരും എല്ലാം കൃത്യമായിട്ട് എഴുതിയതിനു ശേഷം അതിന്റെ ഒരു ഫോട്ടോ അതും കൂടെ എടുത്ത് ഭദ്രമായിട്ട് അതും സൂക്ഷിച്ചു വെക്കുക. ഇനി നിയമപരമായിട്ടുള്ള വഴികൾ, നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ നഷ്ടപരിഹാരം വേണമല്ലോ. ടോളുകാരിൽ നിന്ന് വാങ്ങിയെടുക്കണമല്ലോ. ഒരു ചെറ്റത്തരം കാണിച്ചിട്ടുള്ളവരെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. അതിനാദ്യം ചെയ്യേണ്ടത് ആ ടോള്, നമ്മൾ സംഭവം നടന്നത് ഏത് സ്റ്റേഷന്റെ പരിധിയിലാണോ അവിടെ പോവുക, പരാതി എഴുതി കൊടുക്കുക. പരാതിക്ക് FIR, നിർബന്ധമായിട്ട് FIR ഇടിയിക്കുക. നമ്മുടെ വാഹനങ്ങൾ കേടുവരുത്തിയിട്ടുള്ള ടോൾ പ്ലാസയുടെ അധികൃതർക്കെതിരെ പരാതി നിർബന്ധമായിട്ടും കൊടുക്കണം. അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യൽ വഴി പൊതുജനത്തിന്റെ സ്വത്തിന് നാശനഷ്ടം വരുത്തി വെച്ചതിന് IPC അല്ലെങ്കിൽ BNS വകുപ്പ് പ്രകാരം അവർ കേസുകൾ രജിസ്റ്റർ ചെയ്തോളും. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും ഭാവിയിലെ നിയമ നടപടികൾക്കും വേണ്ടിയിട്ട് ഈ പോലീസ് പരാതി FIR നമുക്ക് ആവശ്യമാണ് എന്നുകൂടി കരുതുക. അതുകൊണ്ട് FIR നിർബന്ധമായിട്ടും ഇടിയിക്കണം. പിന്നെ നമ്മൾ മടിച്ചിരിക്കുന്ന മറ്റൊരു കേസാണ് കൺസ്യൂമർ കോർട്ട്, ഉപഭോക്തൃ കോടതി. നമ്മൾ ആ റോഡ് നമ്മൾ കാശ് കൊടുത്ത് ഉപയോഗിക്കുന്നതാണ്, മനസ്സിലായില്ലേ? ടോള് കൊടുത്ത്, നമ്മളെ ടാക്സ് കൊടുത്ത് നമ്മൾ ഓടിക്കുന്നതാണ് ആ റോഡ് എന്ന് പറയുന്നത്. നമ്മുടെ അവകാശമാണ്, നമ്മളൊരു കൺസ്യൂമറാണ്. അതുകൊണ്ട് തന്നെ ആ കൺസ്യൂമർ കോർട്ടിൽ സമീപിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ടോൾ നൽകുന്നത് റോഡിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സേവനം, സർവീസ് മുൻകൂട്ടി വാങ്ങിക്കൊണ്ടാണ്. നമ്മൾ മുൻകൂട്ടി പണമടച്ചുകൊണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടാണ്. അവരുടെ ടോൾ പ്ലാസക്കാരുടെ അനാസ്ഥയ്ക്ക് നമ്മൾ വെറുതെ അവരെ തെരഞ്ഞെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അവരുടെ അനാസ്ഥ കാരണം വണ്ടിക്ക് കേടുപാട് സംഭവിച്ചാൽ അത് സേവനത്തിലെ പോരായ്മയായിട്ട് കണക്കാക്കും. അങ്ങനെ സേവനത്തിൽ പോരായ്മയായിട്ട് കണക്കാക്കിയിട്ട് അവരിൽ നിന്ന് ആവശ്യത്തിനുള്ള നഷ്ടം, നമ്മുടെ വണ്ടിക്കുണ്ടായ നഷ്ടം, നമ്മുടെ മാനഹാനി, പിന്നെ അങ്ങനെ സമയനഷ്ടം, ഇതിനൊക്കെ നിങ്ങൾക്ക് നഷ്ടം കിട്ടും. കോടതി ചെലവിനുള്ള പണം വേറെ കിട്ടും. അതിന്റെ ഒക്കെ അന്നു മുതലുള്ള
പലിശ അടക്കമുള്ള പണം നിങ്ങൾക്ക് കിട്ടും. ഇനി ഏതെങ്കിലും വക്കീലിന് വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും, പേടിക്കേണ്ട. ചിലപ്പോൾ ഒരു കൊല്ലോ 2 കൊല്ലോ ഒക്കെ സമയമെടുക്കും. നമ്മുടെ നിയമവ്യവഹാരങ്ങൾക്ക് അങ്ങനെ ഒരു പോരായ്മ ഉണ്ട്. പക്ഷെ എങ്കിലും ഇതുവരെ ഇത്തരത്തിലുള്ള പരാതികൾ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട്. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ഒടുകൊമ്പത്തുള്ള ലക്ഷങ്ങൾ കൊടുക്കുന്ന വക്കീലിവിടെ വന്നിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ വിജയിക്കുള്ളൂ. അതിനാവശ്യമായ തെളിവുകൾ നമ്മൾ ആദ്യം തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ കോടതി സബ്മിറ്റ് ചെയ്യാം. വണ്ടിയുടെ റിപ്പയറിംഗ് ചാർജ്, നമ്മുടെ മാനസിക പ്രയാസത്തിലുള്ള നഷ്ടപരിഹാരം, കോടതി ചെലവുകളെല്ലാം ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടും. വിധി അനുകൂലമായി വരും. ഒരുപാട് വിധികൾ അനുകൂലമായി വന്നിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ചില വിധികളൊക്കെ എതിരായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തെളിവ് ശേഖരിച്ചു വെക്കണമെന്ന് പറഞ്ഞത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരാതി പോകേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്, NHAIക്കാണ്. ടോൾ ജീവനക്കാർ മോശമായിട്ട് പെരുമാറുകയോ അവർ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി പരാതിപ്പെടാൻ സാധിക്കും. അതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. 1033 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ വിളിച്ചിട്ട് അടിയന്തരമായി പരാതി രജിസ്റ്റർ ചെയ്യണം. 1033, അത് മറക്കരുത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ PG പോർട്ടൽ ഉണ്ട്, പബ്ലിക് ഗ്രീവൻസ് പോർട്ടൽ. അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഒക്കെ തെളിവുകൾ സഹിതം പരാതി കൊടുക്കാം. ഇതുമേൽ അന്വേഷണം നടത്തിയിട്ട് ടോൾ കമ്പനിക്കെതിരെ പിഴ ചുമത്തും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് തീരുമാനമാകുകയും ചെയ്യും. അതിന് NHAIക്ക് അധികാരമുണ്ട്. ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ടോൾ പ്ലാസക്കാരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയെന്ന് ബോധ്യപ്പെട്ടാൽ വണ്ടി അവിടെ നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ മാനേജരോട് സംസാരിച്ചിട്ട് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവരത് അംഗീകരിച്ചു, തെറ്റ് പറ്റിപ്പോയി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങി വേഗം സ്കൂട്ടാവാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കോടതി കയറുന്നതിനേക്കാൾ എളുപ്പമുള്ള വഴിയും അത് തന്നെയാണ്. വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വഴികൾ തേടുക. കുറച്ച് സമയമെടുക്കും, പക്ഷെ നീതി നമ്മളോടൊപ്പം തന്നെ നിൽക്കും. Different angles. Don't forget to subscribe and support this channel.